മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ഈ മജ്ലിസിൽ മഹാന്മാരായ അസ്ഹാബുൽ ബദറിന്റെ നാമങ്ങൾ പാടിപ്പറഞ്ഞ് ദുആ ചെയ്യണമെന്ന അതിയായ താല്പര്യത്തോടെ ആഗ്രഹത്തോടെയാണ് നാം ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു കബൂലാക്കട്ടെ. നമ്മൾ മഹാന്മാരായ ബദരീങ്ങളെ ഇങ്ങോട്ട് വിളിക്കാൻ പോവാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വിളിക്കനുസരിച്ചായിരിക്കും അവരുടെ അർവാഹിന്റെ സാന്നിധ്യം മജ്ലിസിൽ ഉണ്ടാകുന്നത്. പലപ്പോഴായി ഇങ്ങനെയുള്ള പല മജ്ലിസുകളിലും അസ്ഹാബുൽ ബദറിന്റെ സാന്നിധ്യം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, പലപ്പോഴായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. പല മജ്ലിസുകളിലും ശൈത്താനിയത്തിന്റെ ശർറുള്ളവരൊക്കെ ആ മജ്ലിസുന്നൂറ് ചൊല്ലുന്ന സമയത്ത് അവര് എഴുന്നേറ്റ് നിൽക്കുകയും ശൈത്താന്റെ ഇളക്കമുണ്ടാവുകയും ഞങ്ങളെ പ്രയാസപ്പെടുത്തരുത്, ഞങ്ങൾ വിട്ടുപോയിക്കോളാം, ഒഴിഞ്ഞു പോയിക്കോളാം എന്ന് വിളിച്ചു പറയുമൊക്കെ ചെയ്ത സംഭവങ്ങൾ നമ്മുടെ മജ്ലിസിൽ തന്നെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, അങ്ങനെയൊക്കെ ഏതൊക്കെ നിലക്കുള്ള ഷർറുകൾ നമ്മളിൽ ആർക്കൊക്കെ ഉണ്ടെങ്കിലും മഹാന്മാരായ ബദരീങ്ങൾ ഇവിടെ ഹാളിറാവണം. അവര് ചെയ്യേണ്ടത് ചെയ്യണം. അങ്ങനെ ശൈത്താനിയത്തിന്റെ ഷർറൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും വിട്ടുപോകാൻ അവരുടെ ഇടപെടലുകൾ ഉണ്ടാവണം. അതിനെ ഉറക്കം തൂങ്ങിയ മജ്ലിസുന്നൂറ് കൊണ്ട് അതൊന്നും നടക്കൂല. മനസ്സിലെപ്പോഴും ആ ഒരു ബദരീങ്ങളുമായുള്ള ഒരു ബന്ധവും, ഞാൻ അവരെ എന്റെ പ്രയാസങ്ങളുടെ പരിഹാരത്തിനായി അള്ളാഹുവിന്റെ സഹായത്താൽ എന്റെ പ്രയാസം അവരിടപെട്ട് പരിഹരിക്കണമെന്ന ആ ഒരു നിയ്യത്തോടുകൂടെ തന്നെ നമ്മളിത് ചൊല്ലണം, അവരെ വിളിക്കണം. എല്ലാം അള്ളാഹുവിന്റെ സഹായത്തോടുകൂടെ മാത്രമേ നടക്കൂ. നമ്മുടെ മൊബൈല് കേടായി, അത് നന്നാക്കാൻ ഒരാളോട് നമ്മൾ സഹായം തേടുന്നത് അയാൾക്ക് സഹായിക്കണമെങ്കിലും ആരെ സഹായം വേണം? അള്ളാന്റെ സഹായം വേണം. വീട്ടിൽ വാഷിംഗ് മെഷീൻ കേടായി, അപ്പൊ ഒരാളെ സഹായത്തിന് വിളിച്ചു. സഹായിക്കാൻ അള്ളാനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ, അതുകൊണ്ട് വാഷിംഗ് മെഷീൻ കേടായാൽ അള്ളാനോട് പറഞ്ഞാൽ മതി എന്നാണോ പറയാ? അതിന്റെ മെക്കാനിക്ക് വന്നിട്ട് നന്നാക്കും. നന്നാക്കണമെങ്കിൽ അയാളെ സഹായം തേടണം. പക്ഷെ അയാൾക്ക് നമ്മളെ സഹായിക്കണമെങ്കിൽ അയാൾക്കാരെ സഹായം വേണം? അള്ളാന്റെ സഹായം വേണം. എന്നതുപോലെ ശൈത്താൻ നമ്മളിൽ വല്ലാതെ സ്വാധീനം ചെലുത്തുകയും പൈശാചികമായ രോഗങ്ങൾ, മടികൾ, അസ്വസ്ഥതകൾ, പ്രയാസങ്ങൾ വേട്ടയാടുകയും ചെയ്യുന്നുവെങ്കിൽ അള്ളാനോട് പറഞ്ഞാൽ മതി. പക്ഷെ അവരെ കൈകാര്യം ചെയ്യാൻ മിടുക്കന്മാരാണ് ആര്? അറിഞ്ഞേക്കിയാര്? ബദരീങ്ങൾ. അപ്പോൾ ആ ബദരീങ്ങൾ ഇടപെട്ടാൽ അതിൽ നിന്നൊക്കെ രക്ഷ കിട്ടും. ഇന്നും എന്റെ അടുത്ത് വന്നിട്ട് ശൈത്താനിയത്തിന്റെ ഷർറുകൊണ്ട് കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞവർ ഈ കൂട്ടത്തിൽ ഉണ്ട്. സിഹിറിന്റെ കെണി കൊണ്ട് വലിയ പ്രയാസത്തിലാണ് ഉസ്താദേ, ഒന്ന് പ്രത്യേകം ദുആ ചെയ്യണേ എന്ന് പറഞ്ഞവർ ഈ കൂട്ടത്തിൽ ഉണ്ട്. അല്ലാഹുവേ, നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ ഇവിടെ ഇങ്ങനെ സംഗമിച്ചത് എല്ലാ നിലയിലുള്ള രക്ഷയും പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അസ്ഹാബുൽ ബദറിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ രക്ഷയും ഞങ്ങൾക്കൊക്കെയും നീ വിധിക്കണമേ റബ്ബേ. എല്ലാ പ്രതിസന്ധികളും പരിഹരിച്ചു തരണമേ റബ്ബേ.